ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ഇന്ന് സൺഡേ ഒക്കെ അല്ലേ, അപ്പം നമ്മൾ കുറേ നാളായിട്ട് വിപ്ലവങ്ങളും യുദ്ധങ്ങളും ഒക്കെ പഠിച്ച് മടുത്തിരിക്കുക അല്ലേ. അപ്പം നമുക്കിന്ന് ഒന്ന് മാറ്റി പിടിക്കാം. ഇന്ന് നമുക്ക് പൊതുഭരണത്തെ പറ്റി പഠിക്കാം. അപ്പം നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, ഒത്തിരി ഫാക്റ്റുകളാണ് കൂടുതലും പഠിക്കാനുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമതായി പൊതുഭരണത്തെ പറ്റി ഒരു പാശ്ചാത്യ ചിന്തകൻ അഭിപ്രായപ്പെട്ടതിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഒരു പൊതു തത്വം പോലെയാണ് ആ വാക്യം പറഞ്ഞിരിക്കുന്നത്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇത് പറഞ്ഞത് എൻ ഗ്ലാഡൻ ആണ്. ആരാണ് പറഞ്ഞത്? എൻ ഗ്ലാഡൻ. ഇത് നമുക്ക് ഗ്ലാഡ് ന്യൂസ് എന്ന് ഓർത്തിരിക്കാം അല്ലെ. ഗ്ലാഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത. ഇതൊരു നല്ല വാർത്ത. ഈ പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണെന്ന് ഓർത്ത് വെച്ചാൽ നല്ലൊരു വാർത്തയാണ്, നല്ലൊരു ഫാക്റ്റ് ആണെന്ന് ഓർത്ത് വെച്ചാൽ ഗ്ലാഡ്. അപ്പം നമുക്ക് പെട്ടെന്ന് എൻ ഗ്ലാഡൻ ആണ് ഇത് പറഞ്ഞതെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് ഉദ്യോഗസ്ഥ വൃന്ദത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മളൊക്കെ ഇനി ഭാവിയിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ പെടേണ്ടവരാണ്, അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഓർക്കുന്നു. അപ്പൊ അതിനെപ്പറ്റി ചെറിയൊരു അവലോകനം നമുക്ക് നോക്കാം. എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം? രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു. അപ്പൊ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ, ഭരണകാര്യങ്ങൾ നിർവഹിക്കുക, പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുക. അപ്പം ഗവൺമെന്റ് എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ചേർന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥര്, പിന്നെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥര്. ഇങ്ങനെ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇനി ഈ ഇന്ത്യൻ സിവിൽ സർവീസ് തന്നെ 3 ഘടകങ്ങളായി തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസ്. 2 കേന്ദ്ര സർവീസ്, സെൻട്രൽ സർവീസ്. 3 സംസ്ഥാന സർവീസ്, സ്റ്റേറ്റ് സർവീസ്. നമുക്ക് ഒരുമിച്ച് പറഞ്ഞു നോക്കാം. ഇന്ത്യൻ സിവിൽ സർവീസ് 3 ഘടകങ്ങളായി തിരിച്ചിരിക്കുന്നു. 1 അഖിലേന്ത്യാ സർവീസ്, 2 കേന്ദ്ര സർവീസ്, 3 സംസ്ഥാന സർവീസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഓർക്കുന്നു. നമ്മൾ അടുത്ത അതിനെപ്പറ്റി കൂടുതലായിട്ട് കുറച്ച് ഫാക്ട് വീതം നോക്കാം. അഖിലേന്ത്യാ സർവീസിനെ പറ്റി നമുക്ക് എന്തറിയാം? അത് ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നതാണെന്ന് അറിയാം. ദേശീയ തലത്തിലാണ് അഖിലേന്ത്യാ സർവീസിലോട്ടുള്ള ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. നിയമനം കിട്ടുന്നത് എവിടെയാണ്? ഒന്നെങ്കിൽ സെൻട്രൽ സർവീസിലായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസിലായിരിക്കും. അതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? IAS, IPS, അതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്തത് കേന്ദ്ര സർവീസ്. ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നു. ഇതും എങ്ങനെയാണ്? കേന്ദ്ര സർവീസും ദേശീയ തലത്തിൽ തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. അതായത് ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ളത് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം പറഞ്ഞ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. കേന്ദ്ര സർവീസ് ആണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇതിന് കേന്ദ്ര സർവീസിന് എക്സാമ്പിൾ ആണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. ഇതൊക്കെ കേന്ദ്ര സർവീസിന് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്തത് നമ്മൾ അഖിലേന്ത്യാ സർവീസ് പഠിച്ചു, കേന്ദ്ര സർവീസ് പഠിച്ചു. ഇനി അടുത്തത് സംസ്ഥാന സർവീസ്. ഇതിന്റെ പ്രത്യേകത എന്താ? ദേശീയ തലത്തിലാണോ ഇത് തെരഞ്ഞെടുക്കപ്പെടുന്നത്? അല്ല. ആ വാക്ക് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇത് സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നതാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ ഒരുപാട് വകുപ്പുകളുണ്ട്. റവന്യൂ, അങ്ങനെ ഒരുപാട് വകുപ്പുകളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കീഴിൽ നിയമിക്കപ്പെടുന്നു. അതാണ് സംസ്ഥാന സർവീസ്. സെയിൽസ് ടാക്സ് ഓഫീസറൊക്കെ അതിൻ്റെ അടിയിൽ വരുന്നതാണ്. ഇനി കുറച്ച്
വൺ വേർഡ് പോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ ഫാക്റ്റുകളുണ്ട്. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരായിരിക്കും? ഒരു നിസ്സംശയം നമുക്ക് പറയാം. ആരാണത്? ജില്ലാ കളക്ടറാണ്. ഈ ജില്ലാ കളക്ടറിനെ തന്നെ ജില്ലാ മജിസ്ട്രേറ്റ് എന്നും വിളിക്കുന്നുണ്ട്. അപ്പം ചിലപ്പം എന്തായിരിക്കും, ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ചിലപ്പോൾ ജില്ലാ കളക്ടർ എന്ന് കാണുകയില്ല ഓപ്ഷനിൽ, ജില്ലാ മജിസ്ട്രേറ്റ് എന്നായിരിക്കും. അപ്പം നമുക്ക് അതിന് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം, ബബിൾ ചെയ്യാം. അതാണ് ഓർത്തിരിക്കുക, ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടറിനെ തന്നെ ജില്ലാ മജിസ്ട്രേറ്റ് എന്നും അറിയപ്പെടുന്നു. ഇനി കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ. കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ആരാണ്? ചീഫ് സെക്രട്ടറിയാണ്. ആരാണ്? ചീഫ് സെക്രട്ടറി. ഇനി കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? NES രാഘവൻ ആചാരി. NES രാഘവൻ ആചാരി. അപ്പോഴ് ചീഫ് എന്നുള്ളത് ഷെഫ് എന്നാക്കുക, ലാസ്റ്റത്തെ ആചാരിയും കൂടെ കൂട്ടി ഷെഫ് ആചാരി എന്ന് ഓർത്തിരിക്കുക. അപ്പം NES രാഘവനാചാരി എന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി, ചീഫ് ഷെഫ് എന്ന് ഓർക്കുക, ആചാരി എന്ന് ഓർക്കുക. അപ്പോഴത്തേക്ക് NES രാഘവനാചാരി എന്ന് കിട്ടും. ഇനി കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രനാണ്. ഓർത്തു വെക്കുക, PYQ ആണ്. കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ. എന്റെ കൂടെ ഒപ്പം പറയുക, കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ചോദിക്കും, അത് ഡോക്ടർ A ജയതിലകാണ്. ഡോക്ടർ A ജയതിലക. നമ്മുടെ PCക്ക് പോകുന്നതിന് മുമ്പ്, PC പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എക്സാം എഴുതുന്നതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ കുറെ നാൾ മുമ്പത്തെ പദവികൾ, ഇപ്പോഴുള്ള കുറെ പദവികൾ നോക്കി വെക്കണം. പദവികളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യന് ഒരുപാട് വരുന്നുണ്ട്. ചീഫ് സെക്രട്ടറി, അതുപോലെയുള്ള വേറെ വേറെ ഓരോ പദവിയിലിരിക്കുന്നത് ആരൊക്കെയാണെന്ന്, ഉപരാഷ്ട്രപതി, അതുപോലെ ലോക്സഭാ സ്പീക്കർ, രാജ്യസഭാ സ്പീക്കർ, അങ്ങനെ ഉള്ള കുറെ കാര്യങ്ങൾ, ഹൈക്കോടതി ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജ് എത്രാമത്തെയാണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് PSCയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് കേരളത്തിലെ നിലവിലത്തെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ A ജയതിലക. ഇനി അടുത്തത് പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പം സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് നിയമിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ആരാണ്? ഗവർണർ. ഇനി കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? UPSC ആണ് തെരഞ്ഞെടുക്കുന്നത്. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? UPSC ആണ്. ഇനി UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പിന്നെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഈ UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് ഓർത്തു വെക്കാൻ ഒരു ചെറിയ കോഡ് പറഞ്ഞുതരാം. UP ഉത്തർപ്രദേശിൽ ഭയങ്കര രാഷ്ട്രീയമാണെന്ന് ഓർത്തു വെക്കുക. ഉത്തർപ്രദേശിൽ ഭയങ്കര രാഷ്ട്രീയമാണെന്ന് ഓർത്തു വെക്കുക. അപ്പം UPSC രാഷ്ട്രപതി എന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. രാഷ്ട്രീയത്തിന്റെ രാഷാണ് രാഷ്ട്രപതിയിലുള്ളത്. അങ്ങനെ UPയിൽ ഭയങ്കര രാഷ്ട്രീയമാണെന്ന് ഓർത്താൽ UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനിയുള്ളത് UPSC PSC ഒക്കെ എന്താണ്? അതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്.
എന്തൊക്കെയാണ്? UPSC, PSC എന്നിവ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കും. UPSC, PSC എന്നിവ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഇത് ചിലപ്പം 1, 2, 3, 4 4 ഓപ്ഷൻ കാണും. അപ്പം ഇത് ഏതൊക്കെയാണ് ശരിയെന്ന് ചോദിച്ചാൽ 2, 4, 1, 3 എന്നൊക്കെ നമുക്ക് ഓപ്ഷൻസ് കാണും. അപ്പം അതിനകത്തൊക്കെ വരാൻ പറ്റിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് UPSC, PSC എന്നിവ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഇനി പഠിക്കാൻ പോകുന്നത് ഗവേണൻസ്. എന്താണ് ഗവേണൻസ്? ഗവേണൻസ് വന്നതോടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ. കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ പദ്ധതികളെ കാര്യങ്ങളൊക്കെ ആൾക്കാരിലേക്ക് പെട്ടെന്ന് വേഗത്തിൽ സുതാര്യവുമായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഗവേണൻസ്. ഇനി നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവേണൻസ് എന്താണെന്ന് നല്ല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി. എന്താണ്? സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ. എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷാഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഗവേണൻസ്. ഇത്രയും ലോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. എന്താണ് ഗവേണൻസ്? ഗവൺമെന്റിന്റെ ഇടപെടലുകളും പദ്ധതികളും ജനങ്ങളിൽ സുതാര്യമായി എത്തിക്കുക. അതാണ് ഗവേണൻസ്. ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള ഒരു സംരംഭമുണ്ട്. എല്ലാവർക്കും അറിയാം. എന്താണ്? അക്ഷയ കേന്ദ്രം. ഇപ്പോൾ ഒരിടത്ത് തന്നെ 3, 4 അക്ഷയ കേന്ദ്രങ്ങളാണ്. അപ്പം അക്ഷയ കേന്ദ്രം ആണ് ആ സംരംഭം. അതിലൂടെ നമുക്ക് ഒത്തിരി സഹായങ്ങൾ കിട്ടുന്നുണ്ടല്ലേ. ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി കുറെ ഒരു അവകാശം പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ആദ്യം ഒരു അവകാശം നോക്കാം. അറിയാനുള്ള അവകാശം. എന്താണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്താന്ന് നോക്കാം. രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശമാണ് വിവരാവകാശ നിയമം. എന്താണ്? വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2005 വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത്. അപ്പം നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ഗവൺമെന്റിൽ നിന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വിവരാവകാശം നമുക്ക് റൈറ്റ് ഉണ്ട്, നമുക്കത് അറിയാൻ സാധിക്കും. അങ്ങനെ വിവരാവകാശ നിയമം നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 2005. ഇനി പാസ്സാക്കാൻ ഇത് പ്രേരകമായൊരു സംഘടനയുണ്ട്. അതേതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. എങ്ങനെയാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഇത് സ്ഥാപിച്ചത് അരുണ റോയ് ആണ്. ആരാണ്? അരുണ റോയ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പാസ്സായി 2005. പ്രേരകമായ ശക്തി മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. അതെവിടെയാണ്? രാജസ്ഥാൻ. പിന്നെ സ്ഥാപിച്ചത് അരുണ റോയ്. ഇനി വിവരാവകാശ കമ്മീഷനില് കുറെ അംഗങ്ങളുണ്ട്. അത് എത്ര പേരാന്ന് നോക്കാം. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത അംഗങ്ങളും. ആരൊക്കെയാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത അംഗങ്ങളും. വിവരാവകാശ നിയമം പ്രകാരം അപേക്ഷ ലഭിച്ചാൽ മറുപടി നൽകേണ്ട കാലയളവ് എത്രയാണ്? 30 ദിവസം. നമ്മളിപ്പം ഒരു വിവരാവകാശം അറിയാനായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് റിപ്ലൈ കിട്ടുന്നത് അല്ലെ മറുപടി കിട്ടുന്നത് എത്ര ദിവസത്തിനകം കിട്ടണം? 30 ദിവസത്തിനകം കിട്ടണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഓഫീസർ അടയ്ക്കേണ്ട പിഴ പ്രതിദിനം 250 രൂപയാണ്. ഈ 30 ദിവസവും കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വിവരാവകാശം കൊടുത്തിട്ട് അതിന്റെ മറുപടി ലഭിച്ചില്ലെങ്കിൽ ആ ഓഫീസർക്ക്, ആ വീഴ്ച വരുത്തുന്ന ഓഫീസർക്ക് പ്രതിദിനം 250 രൂപ പിഴയാണ്. 250 250 രൂപ പിഴയടയ്ക്കണം. അത് മുഴുവനായിട്ടല്ല, പിന്നെ അങ്ങോട്ട് 30 ദിവസം കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസവും 250 രൂപ അടച്ചുകൊണ്ടിരിക്കണം. ഇനി അവർക്ക് മാത്രമല്ല, നമുക്കൊരു ചെറിയ ഫീസ് ഉണ്ട്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കുന്നതിന് നമുക്കൊരു ചെറിയ അപേക്ഷാ ഫീസ് നൽകണം. ആ അപേക്ഷാ ഫീസ് 10 രൂപയാണ്. എത്ര രൂപയാണ്? 10 രൂപ. ഇനി സേവനാവകാശ നിയമം. ഈ സേവനാവകാശ നിയമം ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ചോദിച്ചിട്ടുണ്ട്. സേവനാവകാശ നിയമം ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം മധ്യപ്രദേശ്. ഇനി കേരള സംസ്ഥാന സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം. കേരള സംസ്ഥാന സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2012 നവംബർ 1 തീയതിയാണ്.
കേരള സംസ്ഥാനത്ത് ഈ സേവനാവകാശ നിയമം വന്നത് ഏത് ഡേറ്റ് ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 2012 നവംബർ 1. എത്രയാണ്? 2012 നവംബർ 1. ഇനി ഇൻട്രസ്റ്റിംഗ് ആണ്, ലോക്പാലും ലോകായുക്തയും വളരെ ഒരു സാമ്യമുള്ള വാക്കുകളാണ്, മാറിപ്പോകും. ലോക്പാലും ലോകായുക്തയും രണ്ടും അഴിമതിക്കെതിരായിട്ടുള്ള സംഘടനകളാണ്. അത് പൊതുവായിട്ട് ഓർത്തു വെക്കുക. എന്താണ് ലോക്പാലും ലോകായുക്തയും എന്താന്ന് ചോദിച്ചാൽ അഴിമതിക്കെതിരെയുള്ള സ്ഥാപനങ്ങളാണ് രണ്ടും. ഇനി ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. എന്നാണ്? ദേശീയ തലത്തിൽ. നമ്മളിവിടെ ദേശീയ തലത്തിലല്ലേ, അപ്പൊ ദേപാൽ എന്ന് ഓർത്തു വെക്കുക. ദേപാൽ എന്ന് ഓർത്തു വെച്ചാൽ ദേശീയ തലത്തില് അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ലോക്പാൽ എന്ന് നമുക്ക് ഓർത്തു വെക്കാനായിട്ട് സാധിക്കും. അടുത്തത് സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം, അത് ലോകായുക്തയാണ്. എന്താണ്? ലോകായുക്ത. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ലോകായുക്ത. അപ്പം ദേപാൽ എന്ന് കേട്ടാൽ ദേശീയ തലത്തിലുള്ള അഴിമതി തടയുന്നുള്ളത് ലോക്പാലാന്ന് മനസ്സിലാകും. സംസ്ഥാന തലത്തിലാണെങ്കിലോ ലോകായുക്ത എന്നും കിട്ടും. ഒരെണ്ണത്തിന് കോഡ് പഠിച്ചാൽ മതി, അപ്പോഴത്തേക്ക് അടുത്തത് കിട്ടിക്കോളും. ഇനി ലോക്പാൽ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 2014 ജനുവരി 16. 2014 ജനുവരി 16. ഇതാണ് ലോക്പാൽ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം. ഇനി നമുക്ക് വേറൊരു സംഭവം പഠിക്കാം. ഓംബുഡ്സ്മാൻ. എന്താണ് ഈ ഓംബുഡ്സ്മാൻ? ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ. അതായത് ഈ ഒഫീഷ്യൽ കാര്യങ്ങൾക്കൊക്കെ പരാതികൾ ചെല്ലുമ്പോൾ അതിന് തീർപ്പ് കൽപ്പിക്കുന്ന ആളാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. വിരമിക്കുന്ന ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്. ആദ്യമായി ഓംബുഡ്സ്മാനെ നിയമിച്ചത് ബാങ്കിംഗ് രംഗത്തെ ഇടപെടുകാരുടെ പരാതികൾ പരിശോധിക്കാനാണ്. ബാങ്കിംഗ് രംഗത്തെ ഇടപാടുകൾ. അപ്പം ഈ ബാങ്കിംഗ് രംഗത്തൊക്കെ ഉണ്ടായ ഇടപാടുകൾ അതിന് പരാതികൾ പരിശോധിക്കാനാണ് ആദ്യമായിട്ട് ഈ ഓംബുഡ്സ്മാനെ നിയമിച്ചത്. ഫസ്റ്റ് ടെസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കിയത് എന്താണ്? ബാങ്കിങ് രംഗത്താണ് ഈ ഓംബുഡ്സ്മാന്റെ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചു നോക്കിയത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സൺഡേ ആണ്, എല്ലാവരും റെസ്റ്റൊക്കെ എടുക്കുകയായിരിക്കും. എന്നാൽ ഇടയ്ക്കൊക്കെ നോട്ട്സ് വായിച്ച് നോക്കുക, വീഡിയോ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, വീഡിയോ കേട്ട് നോട്ട് എഴുതുക, പോസ്റ്റ് ചെയ്തിട്ട് എഴുതാമല്ലോ. അപ്പം ഇത് നല്ല നോട്ട്സ് ആണെന്നാണ് എനിക്ക് വിശ്വാസം. എല്ലായിടത്തു നിന്നും കളക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.